നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കും എന്ന തരത്തിലുള്ള ചില സൂചനകൾ ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു. കാന്തപുരം വിഭാഗത്തിൽ നിന്ന് വന്ന സൂചനയാണത്. എന്നാൽ ആ റിപ്പോർട്ടുകൾ തള്ളുകയാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം. ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ അവാസ്തവമെന്നാണ് കേന്ദ്രം പറയുന്നത്. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും. പി ആർ സുനിൽ, ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് വലിയ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നത്. കാന്തപുരം ഭാഗത്തു നിന്നുമാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവരതിൻ്റെ ചില രേഖകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ കേന്ദ്രം ഈ വിവരം സ്ഥിരീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത് തള്ളുകയാണോ ഈ വാർത്ത? അരുൺ, എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ വരികയാണ്. ഇന്നലെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസിൽ നിന്നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ പോകുന്നു, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയുണ്ട്, ഉടൻ തന്നെ യമൻ ഭരണകൂടം നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിറക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ കൈമാറിയത്. ഏതായാലും ആ വാർത്ത, ആ റിപ്പോർട്ട് വലിയ പ്രതീക്ഷയോടെയാണ് നമ്മളടക്കം നൽകിയത്. ഈ വാർത്ത സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം റിപ്പോർട്ടർ തേടിയിരുന്നു. ഏതായാലും ഇപ്പോൾ റിപ്പോർട്ടറിനോടാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്പെട്ട ഒരു വിവരമാണ്. റിപ്പോർട്ടർ പ്രേക്ഷകരിലേക്ക് മറ്റൊരു കാര്യം കൂടി എത്തിക്കുകയാണ്. ഇത് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ഇന്നലെ രാത്രിയിലും നമ്മൾ ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാന്തപുരം വിഭാഗത്തിൽ നിന്ന് കോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നേരത്തെ വധശിക്ഷ നീട്ടിവെച്ച വിഷയവും ആദ്യം കാന്തപുരം വിഭാഗത്തിൽ നിന്നാണ് നമുക്ക് അറിയിപ്പ് കിട്ടിയതും ആ രേഖകൾ തന്നതും കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. ഇന്നലെ രാത്രിയും കാന്തപുരത്തിൻ്റെ ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ആ വാർത്ത നമുക്ക് നൽകിയത്. ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതും അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്നാൽ ഈ വാർത്ത ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിക്കുന്നില്ല. റിപ്പോർട്ടുകൾ തള്ളുകയാണ് കേന്ദ്രം. പിയാസുനിൽ തുടരാം. അരുൺ, എന്തായാലും ഈ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക മറുപടി നമ്മൾ തേടിയിരുന്നു. ഏതായാലും അതിനാണ് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മറുപടി നൽകിയിരിക്കുന്നത്. ചില വ്യക്തികൾ പ്രചരിപ്പിക്കുന്ന വിവരങ്ങൾ അവാസ്തവം, സത്യവിരുദ്ധമാണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇൻഫർമേഷൻ ബീങ് ഷെയർഡ് ബൈ സർട്ടൻ ഇൻഡിവിജ്വൽസ് ഓൺ ദ നിമിഷപ്രിയ കേസ് ഈസ് ഇൻഅക്യുറേറ്റ് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തള്ളുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം നടന്നിട്ടില്ല എന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയാണ്.